സഹോദര സഹോദരി ബന്ധമൊക്കെ വളരെ സ്നേഹത്തോടെ കരുതിയിരുന്ന ഒരു തലമുറയ്ക്കപ്പുറത്താണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ചില വാർത്തകൾ വരുന്നത്. 12 വയസ്സുള്ള ഒരു കുട്ടിയും 10 വയസ്സുള്ള മറ്റൊരു കുട്ടിയുമാണ് ഈ കേസിലെ രണ്ട് വശത്ത് നിൽക്കുന്നവർ. അവർ സഹോദരനും സഹോദരിയുമാണ്. ഈ സഹോദരൻ രാസലഹരി ഉപയോഗിച്ചതിന് ശേഷം അത് സഹോദരിക്കും നൽകി എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെറിയ കുട്ടികളിൽ നിന്നും ഈ ലഹരി വസ്തുക്കളൊക്കെ എങ്ങനെ വരുന്നു, എങ്ങനെ പോകുന്നു എന്ന് വല്ല പിടുത്തണ്ട. അല്ല, ഇത് ആദ്യത്തെ സംഭവം ഒന്നല്ല. ഇതിനു മുൻപും 13, 14, 12 ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇതൊക്കെ പിടിക്കപ്പെടുമ്പോഴും ഇതിനൊരു നൽകുന്ന ഒരു വ്യക്തി ഉണ്ടാവുമല്ലോ. ഞാൻ മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു വലിയൊരു മാഫിയാണ്. ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ പറ്റില്ല എന്ന് പറയുന്നത് കണ്ണടച്ച് ഇരുട്ടാക്കുന്നതാണ്. 12 വയസ്സുള്ള മകൻ രാത്രി മയക്കുമരുന്ന് അടിക്കാൻ പോകുന്നതും അതിൽ നിന്ന് കുറച്ച് ഇത്തിരി പൊടി ഇളയ കുട്ടി കൊടുക്കുന്നതൊന്നും ഈ മാതാപിതാക്കൾ അറിയുന്നില്ലേ. അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് പറയാനാ അല്ലേ? പണ്ടൊക്കെ ഞാനും എൻ്റെ പെങ്ങളൊക്കെ തല്ലൂടിയിരുന്നത് എന്തിനാണെന്ന് അറിയാം. ഒന്നീ റിമോട്ടിന്, അല്ലെങ്കിൽ വീട്ടിൽ ഉമ്മ എവിടെയെങ്കിലും പോയിട്ട് വല്ല മിഠായി കൊടുന്നാലും. ഇപ്പം മക്കൾ തല്ലുകൊണ്ടതാണ് MDMA. ലഹരി സപ്ലൈ ചെയ്യുന്ന മാഫിയനെ കണ്ടുപിടിക്കാൻ ഇവിടുത്തെ കേരള പോലീസിനായാലും എക്സൈസിനായാലും പണിയില്ല. കൊറോണ കാലത്ത് ഈ റൂട്ട് മാപ്പൊക്കെ കണ്ടുപിടിക്കാൻ എന്തൊരു ആവശ്യമായിരുന്നു. ആ ആവശ്യത്തിന് ഒരു പകുതി മതിയെന്നേ. ഇതുപോലെയുള്ള കുട്ടികളുടെ പേരൻസിനോട് ഇവർക്ക് ഇത്രയധികം പണം എവിടുന്ന് ഉണ്ടാവുന്നു എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാറുണ്ടോ? ഒന്നുകിൽ ഇവർ മോഷണത്തിന് പോകണം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കണം. അപ്പം നിങ്ങളും ഇതിലൊരു കുറ്റക്കാരല്ലേ? ലഹരി വസ്തുക്കൾ കൊടുക്കുന്നവനെ പൊക്കാൻ പറ്റിയില്ലെങ്കിൽ കച്ചവടക്കാരെ ആരെ പേടിക്കണം? അല്ല, ശരിയല്ലേ? അല്ല, ഇവരൊക്കെ പിടിക്കുന്നുണ്ട്, വാങ്ങിയവരൊക്കെ പിടിക്കുന്നുണ്ട്. കൊടുക്കുന്നവരെ പിടിക്കാൻ പണിയില്ല. ഒന്ന് ജസ്റ്റ് ചോദ്യം ചെയ്താൽ മതി, അപ്പം കിട്ടൂലേ. പിന്നെ കുറേ എണ്ണുണ്ട് 2K ഫണ്ടുകൾ വന്നതിന് ശേഷം ഇവിടെ വളരെ മോശമാണെന്ന്. അല്ല, അതൊരു കണക്കിന് മോശം തന്നെയാണ്. പക്ഷേ ഇവർക്ക് സാധനം എത്തിച്ചു കൊടുക്കേണ്ട 90s ആണ്. അത് മനസ്സിലാക്കണ്ടേ? അപ്പോൾ ഒന്നിന് മാത്രം അധിക്ഷേപിക്കാതിരിക്കുക. നമ്മളേലുണ്ടടേ ഇങ്ങനെ വിചാരിക്കേ. 2% കൂട്ടുമുട്ടുമ്പോഴല്ലേ മാതിരി കേരളം ഇന്ത്യ പറയും കോർക്കെ സാംസ്കാരിക നായകന്മാരെ. ബീഹാറിൽ നോക്കൂ, UP നോക്കൂ, അവിടെ നോക്കൂ, ഇവിടെ നോക്കുന്നു. സ്വന്തം തറവാട്ടിൽ വന്നടേ.